നമ്മൾ പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൻ്റെ കൂളൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ബീലാക്കിയപ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ ഹൈറ്റ് കൂടി അത് 1.70 അടുത്ത് കോസ്റ്റ് വന്നുണ്ട്. 1.70 നമ്മളത് കസ്റ്റം സ്ലാം കിറ്റാണ് ചെയ്തേക്കുന്നത്. വോൾഫിലാണ് നമ്മൾ ചെയ്തത്. അതിനോട് ഒരു ആഡ് ഓൺ പോലെ പോപ്പ് ആൻഡ് ബാങ്ക്സും ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റേറ്റ് ട്യൂൺഡ് ഹോണ്ട സിവിക് ആണ്. Karma's got a thing for me. We hold hands, make plans, keep the receipts. Karma, she's my best friend. One step closer, here's how it ends. Karma's got a thing for me. You see, you'll be digging up 6 feet. Karma's never let me down. My smile will kill when I cut you out. സോ ഇതൊരു ബാഗ്ഡ് കാർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ റിവ്യൂ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഓണർ രാംകുമാർ ബ്രോ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിൻ്റെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് ബ്രോ, സുഖം. എന്തുണ്ട് വിശേഷം? നന്നായിട്ട് പോകണം. എങ്ങനെ പോകുന്നു പരിപാടികൾ? അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പോകണം. അതെ, ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു വാഹനം, ഈ ഒരു സിവിക്കിൻ്റെ ഫുൾ റിവ്യൂവും അതുപോലെ ഇതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റോക്ക് കാറിൽ നിന്നും എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, പിന്നെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിതിനകത്ത് അത്യാവശ്യം മോസ്റ്റ്ലി തന്നെ അത്യാവശ്യം ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലാം കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കാർബൺ ഫൈബർ വുഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. പിന്നെ കസ്റ്റം ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് FRP ടൈപ്പ് ആറിനെ കിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മളൊരു സ്കേർട്ടിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ടിലത്തെ അത്യാവശ്യം വ്യൂല് ചെയ്തേക്കുന്നത്. ഈ ഒരു ഹുഡ് കാർബൺ ഫൈബർ ഈ ഒരു പീസ് ചെയ്തതിന് ഏകദേശം എത്ര? ഒറിജിനൽ കാർബൺ ഫൈബർ ഒക്കെയാണ് നമുക്കൊരു 70,000 അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മളിത് സെക്കൻഡ് മേടിച്ചാണ് ഒരാളുടെ നിന്ന്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരാളുടെ നിന്ന് മേടിച്ചാണ്. അത് സെക്കൻഡ് സോഴ്സ് ചെയ്ത് മേടിച്ചാണ്. നാട്ടിൽ കിട്ടാനാണെങ്കിലും നല്ല ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വണ്ടി ബിൽഡ് ചെയ്തുകൊണ്ട സമയത്ത് തന്നെ ഞാൻ മേടിച്ച് വെച്ച സാധനമാണത്. ഓക്കെ. അതുപോലെ ഈ ഹെഡ് ലാമ്പിന് എത്ര കോസ്റ്റ് വന്നു? ഇത് നമ്മൾ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് സെക്കൻഡ് മേടിച്ചിട്ട് അതിനകത്ത് 2 ബൈ LED ഫുൾ പ്രൊജക്ടർ മേടിച്ചിട്ട് അതിൻ്റെ കൂടെ RGB സ്ട്രിപ്പിൻ്റെ ഹെഡ് ലാമ്പ് മേടിച്ചാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 38,000 അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ചെയ്തെടുത്തതിന്. ഹെഡ് ലാമ്പ് മേടിച്ചിട്ട് നമ്മൾ 2 പ്രൊജക്ടർ ആഡ് ചെയ്ത് RGB 4 സ്ട്രിപ്പ് മേടിച്ച് ചെയ്യാനായിട്ട് 38,000 അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ ചെയ്ത ഹെഡ് ലാമ്പ്? നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത പാർട്സ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ രാംകുമാർ ബ്രോ R4 കസ്റ്റംസ് എന്നൊരു സ്ഥാപനത്തിന് ഉടമകൂടിയാണ്. കാറിൻ്റെ ആക്സറീസ് കാര്യങ്ങളൊക്കെ അതുപോലെ കസ്റ്റം വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേജ് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അതുപോലെ നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം അതിനകത്തൊക്കെ വന്ന കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഫുൾ ഏകദേശം FRP എടുത്ത് ചെയ്തതിന് ഏകദേശം സ്പോയിലർ എല്ലാം കൂടെ കോസ്റ്റ് അടക്കം ഒരു 40,000 അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. ബമ്പറിന് മാത്രം? ബമ്പർ, പിന്നെ സൈഡ് സ്കേർട്ട്, സ്പോയിലർ, ബാക്ക് കിറ്റ് എല്ലാം കൂടെ കൂടിയിട്ട് ടോട്ടലാണത് 40,000 വന്നല്ലേ? അടുത്ത കോസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു പെയിന്റിങ്ങിന്റെ ഭാഗത്തേക്ക് വന്നാലോ? പെയിന്റിങ് നമ്മൾ ഒരു പീക്കോ ഗ്രീൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുത്തത്. അതൊരു സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ആഡ് ചെയ്തിട്ടാണ് കസ്റ്റം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. ഏകദേശം പെയിന്റിങ്ങിന് അടുത്ത് നമുക്കൊരു 70,000 അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. 70,000 ഫുള്ള് സ്ട്രിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചേക്കുന്നത്. എല്ലാ പാർട്സും പ്രോപ്പറായിട്ട് ഊരി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് നമ്മളല്ലാണ്ട് നമ്മൾ മാസ്ക് ചെയ്താൽ പോലും കുറച്ച് നാൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഡ്ജ് ഒക്കെ ആണെങ്കിലും കുറച്ച് നാളത്തേക്കും പൊളിഞ്ഞു വരും. പിന്നെ നമുക്ക് ഫിനിഷിങ് ഭയങ്കര ഷോക്കായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ടാണ് അടിച്ചേക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടാണ്, നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. മാസ്ക് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിൽ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ അത്യാവശ്യം നല്ല പോളിഷ് ചെയ്തിടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിഫക്റ്റുകൾ എവിടെ നിന്ന് സൈഡിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കസ്റ്റം വർക്കൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കുമല്ലോ. ഓക്കെ. അതുപോലെ നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്? നമ്മൾ 18 ഇഞ്ച് റേസിൻ്റെ വീൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 8J വീലാണ് വന്നേക്കുന്നത്. അതിനകത്ത് നമ്മൾ റോഡ് ക്രൂസർ എന്ന് പറഞ്ഞൊരു ടയേഴ്സാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊരു ബ്രിംബോയുടെ കാലിപ്പർ കവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ സൈഡ് സ്കേർട്ടും മ്യൂഗനാറിന്റെ സൈഡ് സ്കേർട്ടും ഇതൊരു ഇൻഡിക്കേറ്റർ ഇത് ഡെഡ് ടൈം ആയിട്ടുള്ള സാധനം വരുന്നത്. ഇതപ്പോൾ വൈറ്റ് അതുപോലെ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ വൈറ്റ് ആയിട്ട് ഫ്ലാഷ് ചെയ്യും. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓൾറെഡി അത് ടേൺ ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ആയിട്ട് ഫ്ലാഷ് ഓറഞ്ച് കളറിലേക്ക് വരും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈഡ് പ്രൊഫൈൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എയർ ആണ്. ഓക്കെ. അപ്പോൾ എവിടെ ചെയ്ത എയർ? N1 N1 തന്നെ. നോർമലി ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല എല്ലാവരും അവിടെ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് കാണാൻ കൂടിയിട്ടാണ് നമ്മൾ അവിടെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിവിക്കിനെ എയർ ചെയ്യാൻ ഒരു കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അത് 1.70 അടുത്ത് കോസ്റ്റ് വന്നുണ്ട്. 1.70 വന്നു അല്ലേ? നമ്മളത് കസ്റ്റം സ്ലാം കിറ്റാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമലി എയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്രയും അടിയിലേക്ക് പോകത്തില്ല.
ഒരു ഇച്ചിരി താഴെ വന്ന് നിൽക്കുള്ളൂ. പിന്നെ ബാക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വീല് കുറച്ച് ഉള്ളിലാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലാം കിറ്റ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്ലാം കിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റം ലേഔട്ട് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് ഏകദേശം ആ കോസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തം ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. യെസ്. അപ്പോൾ നമുക്ക് ഇനി ഈ ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാലോ. അപ്പോൾ റാംബ്രോ, എന്തൊക്കെയാണ് ഈ ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴുള്ള അപ്ഡേഷൻസ്? ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മ്യൂഗനാറിൻ്റെ ഒരു സ്പോയിലർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ മ്യൂഗനാറിൻ്റെ ഒരു കിറ്റും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റോക്ക് FRP ആണ് കിറ്റ് വരുന്നത്. നമ്മൾ അതിനകത്ത് നമുക്ക് വേറൊരു ഓൾറെഡി നമ്മുടെ ഉള്ള ലൈറ്റ് ആയിരുന്നു, ആ സെൻറ്ററത്തെ ലൈറ്റ്, അത് നമുക്ക് ABS-ലെ കിട്ടുള്ളൂ. ഏകദേശം 70,000 അടുത്ത് കോസ്റ്റ് മേടിച്ചാൽ മാത്രം നമുക്ക് ആ ലൈറ്റും ഇൻക്ലൂഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ അതിനകത്ത് നമ്മൾ കിറ്റ് കൊണ്ട് നമ്മൾ FRP-ൽ സ്യൂട്ട് ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ നമ്മൾ സ്റ്റോക്ക് ടെയിൽ ലാമ്പ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത്. ടെയിൽ ലാമ്പ് ഒരു പ്രത്യേക ഭംഗിയാണ്. അതെ 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 അതെ. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ Type 2-ൻ്റെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നാളുമ്പോഴത്തേക്ക് അത് പ്ലേസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ അതായിരിക്കും. അതെ അതെ അതെ. ഓക്കെ, സ്വന്തമായിട്ട് സാധനങ്ങൾ എന്തായാലും ഉള്ള കാരണം ഏത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സോസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് നമ്മൾ വാൽട്രോണിക്ക് കസ്റ്റം കട്ടൗട്ടിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സൈലൻ്റ് ആയിട്ട്, ഈ സൈഡിലെ ടിപ്പ് നമുക്ക് സൈലൻ്റ് ആയിട്ടും ഈ സൈഡിലെ വാൽട്രോണിക് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഹെഡർ ടു ബാക്ക് വരെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്കിതിൻ്റെ മെയിൻ പാർട്ടായിട്ട് വരുന്ന ബാഗ് ചെയ്തേക്കുന്നതിൻ്റെ കിറ്റും ലേഔട്ടും നമുക്കിതിൻ്റെ ഡിക്കിലാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് ഈ ഒരു കംപ്രസറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു കംപ്രസറും ഒരു ഇതിൻ്റെ ടാങ്കും ഉള്ളൂ. നമ്മൾ മാക്സിമം ഭയങ്കര ലേഔട്ടായിട്ട് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അത്യാവശ്യം സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകേണ്ടതുകൊണ്ടേ അതെ അതെ. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായപ്പോഴും നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ചിലർ ഫുള്ളായിട്ട് ഈ സ്റ്റോറേജ് കവർ ചെയ്ത് ലേഔട്ട് മാത്രം ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. നമുക്ക് ഇതിനകത്ത് ലേഔട്ടും കുറച്ച് സ്പേസും വേണ്ടതാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ എക്സോസ് നോട്ടും കേൾപ്പിച്ച് തരാം. യെസ്, അപ്പോൾ ക്ലോസ് ചെയ്തേക്കാം അല്ലേ റാംബ്രോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നാലോ? ആ എഞ്ചിൻ റൂമൊക്കെ ഒന്ന് ആദ്യം കാണാം അല്ലേ? യെസ്. എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത്? എഞ്ചിൻ ബേയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചൊരു ഹെഡർ ഉണ്ട്, പിന്നെ ഒരു ഇൻടേക്ക് ഉണ്ട്, അതിന് ചെറിയൊരു ബ്രീത്തറും ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത്, പെർഫോമൻസ് സൈഡിൽ ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടി ഓൾറെഡി സ്റ്റേജ് 2 മാപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്, വോൾഫിലാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ പോലെ പോപ്പ് ആൻഡ് ബാങ്ക്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പവറാണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡർ ചെയ്തതിന് എത്ര കോസ്റ്റ് വന്നു? ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എക്സോസ്റ്റ് ഫസ്റ്റ് നമ്മൾ കോയമ്പത്തൂരിൽ നമ്മൾ ബായിലാണ് ചെയ്തത്. ഫുൾ സിസ്റ്റം MS-ലായിരുന്നു ചെയ്തത്. നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ അല്ല അത്. ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൗണ്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫുൾ സിസ്റ്റം രണ്ടാമത് താഴേന്ന് ഡൗൺ പൈപ്പിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. SS-ൽ ബാക്കി ഫുൾ പൈപ്പ് ചെയ്തു. പഴയ ഹെഡർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി ഫുൾ SS-ലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതുപോലെ ഈ ഒരു ഇൻടേക്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് K&Nൻ്റെ കോൾഡറിൻ്റെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതിനൊരു ചെറിയ ബ്രീത്തർ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജ് 2 ചെയ്തിട്ട് എന്തൊക്കെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഷിഫ്റ്റിങ്ങിനകത്ത് നമുക്ക് വേരിയേഷൻ വന്നുണ്ട്. പിന്നെ BHP-യിലാണെങ്കിൽ നമുക്ക് വേരിയേഷൻ വന്നുണ്ട്. ഇനീഷ്യൽ ടോർക്കിൽ വേരിയേഷൻ വന്നുണ്ട്. പെർഫോമൻസ് സൈഡിൽ അധികം ആരും അങ്ങനെ ഹോണ്ട സിവിക്കിലേക്ക് പുഷ് ചെയ്യാറില്ല. നമ്മുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ചെയ്തതാണത്. അത്രേ ഉള്ളൂ. അതെ അതെ. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ട് പോപ്പൻ ബാങ്ക്സ് ഇല്ലാണ്ട് നമ്മൾ നോർമലി സ്റ്റോക്ക് എക്സോസ്റ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. പക്ഷേ ഷോ പർപ്പസ് ആണെങ്കിൽ പോലും നമുക്കൊരു സ്ഥലത്ത് കൊണ്ടിട്ട് 2 പൊട്ടിക്കൽ ഓടിച്ചാലാണ് ഒരു സന്തോഷം ഉണ്ടാവുള്ളത്. അതുകൊണ്ട് അതെ അതെ അതെ. അതുകൊണ്ട് നമ്മൾ പോപ്പ് ആൻഡ് ബാങ്ക്സിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ഓൺ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് 2 അതുപോലെ ഹെഡറൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു BHP-യിൽ എത്ര ഒരു ഫിഗർ പറയാൻ പറ്റുമോ? ഡൈനോ ചെയ്തിട്ടുണ്ട് നമ്മൾ? ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു ഫിഗർ പറയാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോർമലി വന്ന എഞ്ചിൻ സൈഡിലാകുമ്പോൾ ഇത്രയും അപ്ഗ്രേഡ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഡ്രോബാക്സ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡ്രോബാക്സ് നമ്മൾ പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൻ്റെ കൂളൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഗ്രീൻ കളർ കൂളൻ്റ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് ഇത് മാറ്റിയേക്കുന്നത്, കൂളൻ്റ് മാറ്റിയേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ റേഡിയേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു 10-15 കൊല്ലം പഴക്കമായ വണ്ടിയുടെ റേഡിയേറ്റർ ആയിരുന്നു ഇരുന്നത്, സ്റ്റോക്ക് തന്നെയായിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയതിലെത്തി ഷോറൂമിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂളൻ്റ് മാറ്റിയപ്പോൾ ആണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ളവരെല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ചോദിക്കും. അതായത് സ്റ്റേജ് 2 ഒക്കെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രോബാക്സ് പോലെ തന്നെ മൈലേജിൻ്റെ ഭാഗത്ത് എങ്ങനെയുണ്ട്? നമ്മൾ മൈലേജ് കാസായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് അറിയാവുന്നവരാണ്. നമ്മളൊരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റിനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. നോർമൽ ഒരു സിവിക്കിന് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 9-10 താഴെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അത് വെച്ച് കമ്പാരിറ്റീവ്ലി എനിക്ക് മെയിൻ ഡ്രോബാക്ക് ഷോട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഓൾറെഡി എൻജിൻ ഫുള്ള് അഴിച്ച് റീബിൽഡ് ചെയ്ത വണ്ടിയാണ്. അതിൻ്റേതായ ഒരു ചേഞ്ച് നമുക്ക് ഇതിനകത്തുണ്ട്. സാധാരണ ഓട്ടോമാറ്റിക് വണ്ടി കുറച്ച് നാളെയുമ്പോഴത്തേക്കും അതിൻ്റേതായ ഇഷ്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ ഇഷ്യൂ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എൻജിൻ ഒരു പ്രാവശ്യം പണതാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കൂളൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഫുൾ ബിൽഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അതെ അല്ലേ. ഇതിപ്പോൾ ഈ ഒരു മൈലേജിൻ്റെ കേസ് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഒരിക്കലും ഒരു ഇതുപോലൊരു കാർ ഗൈസിൻ്റെ അടുത്ത് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷേ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്താണ് ആ വണ്ടിക്ക് മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ, അല്ലെങ്കിൽ അങ്ങനെ ഈ റേറ്റിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിച്ച് തുടങ്ങിയത്. പലയിടത്തും പല റേറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഒരിടത്ത് റേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അത്ര റേറ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു തർക്കം വരണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാൻ പലരും റേറ്റ് പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് മാർക്കറ്റിൽ കുറേ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അത് ഓരോ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പം നോർമലി ഒരു ഹെഡ് എടുക്കാനാണെങ്കിൽ പോലും ഞാനത് 38 എന്ന് പറയുമ്പോൾ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അത്ര എന്താണെന്ന് ചോദിക്കും. നമ്മൾ ഇൻബിൽട്ട് ബൾബായിട്ടുള്ളതും പിന്നെ RGB വരുന്ന ഹെഡാണ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഒരു സിവിക്കിൻ്റെ ഒരു ഹെഡ് നമ്മൾ സോഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 8 രൂപ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അതെടുത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കോസ്റ്റ് ആവും. അതേപോലെയാണ് പാർട്സ് എന്തെടുത്താലും നമുക്ക് അതുപോലെ തന്നെയാണ്. ഓരോ പാർട്സിന് ഓരോ റേറ്റ് ഉണ്ട്. ഹോണ്ടയുടെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ, സിവിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ പോലും കിട്ടാനില്ല. ഓരോരോ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്ത് ഭയങ്കര ഡിലേ ആയിട്ടാണ് നമ്മൾ കിട്ടിയേക്കുന്നത്. പെയിൻറ്റ് ചെയ്ത സമയത്താണെങ്കിൽ പോലും നമുക്ക് ഈ സൈഡിലേക്കുള്ള ഈ ഒരു ക്ലാഡിങ് അവർ മാറ്റിയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച നമ്മളത് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഏകദേശം 2 സൈഡിലത്തെ ബീഡിങ്ങിനും അതിൻ്റെ ക്ലിപ്പിനും കൂടെ നമുക്ക് ഏകദേശം 14 അടുത്ത് കോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹോണ്ടയുടെ പാർട്സ് എല്ലാം ഇച്ചിരി കോസ്റ്റ്ലിയാണ് കമ്പാരിറ്റീവ്ലി. വണ്ടി കൊണ്ടുനടക്കുന്നത് അതുപോലെ ഒരു ബാഗ്ഡ് കാറും കൂടിയാണ്. അപ്പോൾ കൊണ്ടുനടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവും. പേഴ്സണലി എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എൻജിൻ ബേ ക്ലോസ് ചെയ്യാം അല്ലേ രാംബ്രോ? അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താലോ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സിവിക്ക് യൂസ് ചെയ്തത്? സിവിക്ക് ആക്ച്വലി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഒരു ഫ്രണ്ടിന് ഇരുന്ന വണ്ടിയാണ്. ഒരു റെഡ് കളറിലായിരുന്നു വണ്ടി. നമ്മൾ തന്നെ ആൾക്ക് ഷോ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്താണ്. ആളൊരു മ്യൂഗൻ RRൻ്റെ ഫ്രണ്ടും സൈഡും ബാക്കും എല്ലായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. റെഡ് കളറായിരുന്നു വണ്ടി. അങ്ങനെ ഒരു നല്ല പ്രൈസിങ്ങിലും നല്ല ഡീലും കിട്ടിയപ്പോൾ നമ്മൾ ചൂസ് ചെയ്താണ് എടുത്താണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഒരു ഡ്രീം കാർ എന്ന് പറയാം? ഒരിക്കലല്ല. അന്നേരത്തെ നമ്മുടെ ഒരു 2020 ഞാൻ വണ്ടി എടുത്തത്. 20 ഫെബ്രുവരി 2020 നമ്മൾ എടുത്തത്. അന്നേരത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എടുത്തു, അത്രേ ഉള്ളൂ. ബിൽഡ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾക്ക് എൻ്റെ ഒരു പേഴ്സണലി നമുക്ക് സ്റ്റോക്കായിട്ട് കൊണ്ട് നടക്കുന്ന താല്പര്യമില്ല. എനിക്ക് നമ്മളെടുത്താൽ നമ്മുടെ രീതിക്ക് ആക്കിയെടുക്കണം എന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ ഫൈനലി ഇങ്ങനെ ചെയ്തിറക്കി. ഓക്കെ, അതുപോലെ ഇനി കുറച്ച് ഈ ഒരു സിവിക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മോഡിഫൈ ചെയ്യാനൊക്കെ ആണെങ്കിലും ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുമോ? എന്തായാലും സജസ്റ്റ് ചെയ്യാം. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് മറ്റുള്ള ഏത് വണ്ടി എടുത്താലും ഇപ്പോഴാണ് മാർക്കറ്റിൽ സ്വിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള വണ്ടികൾ കയറി വന്നത്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഈ സാധനമായിരുന്നു എല്ലാവരും എടുത്ത് ബിൽഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പാർട്സ് എല്ലാം ഈസിയായിട്ട് കിട്ടും. കിറ്റുകളാണെങ്കിൽ പോലും ഒരു 12 കിറ്റോളം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈസിയായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ചെയ്താൽ പോലും കുറഞ്ഞ പ്രൈസിന് ചെയ്താൽ പോലും നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നൊരു വണ്ടിയായിരുന്നു അത്. ഇപ്പോഴും ഇതിൽ ഓടണമെന്നുണ്ടെങ്കിൽ അതിനേതായ കാര്യങ്ങളുണ്ടാവുമല്ലോ വണ്ടി. അപ്പോൾ എന്തായാലും ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് എന്തായാലും. പിന്നെ ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ അന്ന് മുതലേ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ആ ഒരു അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ഫാൻ ബേസ് കയറി വന്നത്. അതെ. ഓക്കെ, അതുപോലെ ഈ ഒരു നമ്മുടെ എയർ ചെയ്തിട്ടുണ്ടല്ലോ, ബാഗ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അതായത് എയർ ചെയ്യുന്നതിന് മുമ്പും എയർ ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? സ്റ്റോക്കായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 50 ഒക്കെ ഇട്ട് ഓടിക്കാൻ നേരത്ത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അതിനകത്തുള്ള മീറ്ററിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഫുള്ളി ഹൈറ്റ് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ചാട്ടം മലച്ചിലൊക്കെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ വരുന്ന ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല കംഫർട്ടാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരിക്കലും ഫാമിലി ആയിട്ട് പോണ കാർ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ആൾക്കാരെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല, കുഴപ്പങ്ങളില്ല.
പിന്നെ തീരെ ചീപ്പായിട്ടുള്ള കിറ്റുകളൊക്കെ എടുത്ത് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ചാട്ടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനമായതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല, കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല ഇതിലായിട്ട്. അതായത് ബാഗ് ചെയ്ത വണ്ടികൾക്ക് ലോറി ചെയ്ത വണ്ടികൾക്ക് കംഫർട്ട് കുറവാണ്. രണ്ടും രണ്ട് പർപ്പസ് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഷോ പർപ്പസ് പ്ലസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കാം. കോയിൽ ഓപ്പോസിറ്റ് നമുക്ക് എല്ലാത്തക്കടെയും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു തൊട്ട് ഫ്രണ്ടിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പൊക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി നോക്കി അതിൻ്റേതായ പാടുകൾ ഉണ്ടാവുമല്ലോ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിൽ ഓവേഴ്സ് അല്ലേ, അത് പേഴ്സണലി ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് പർപ്പസ് ആയിരിക്കും. ബ്രോ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സ്റ്റീരിയർ കാര്യങ്ങളും അതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പ്രൊഫൈലിലേക്ക് വന്നാലോ? അത്യാവശ്യം നല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. ഈ ഇൻറ്റീരിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? അത്യാവശ്യം നമ്മൾ ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് നമ്മളൊന്നും പുഷ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. 10 ഇഞ്ച് അൺപ്ലഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് ചെയ്തേക്കുന്നത്. പിന്നെ 3 ഗേജസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെമ്പറേച്ചറും, ഒന്ന് ബാറ്ററിയും, ഒന്ന് RPMൻ്റെ. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലെ കുറച്ച് ട്രിംസ്, അതായത് ഗിയർ നോബിൻ്റെ അടുത്തുള്ള ഈ ഒരു ട്രിമ്മ്, 2 ഡോർ പാനലിൻ്റെ ഒരു ട്രിമ്മ്, അതെല്ലാം നമ്മൾ കാർബൺ ഫൈബറിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ 2 സ്പാർക്കോടെ സീറ്റ് ചെയ്തിട്ടുണ്ട്, റാലി ടൈപ്പ്. പിന്നെ കളർ മാച്ചിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ സ്റ്റിയറിങ്ങിനകത്ത് നമുക്ക് കളർ മാച്ചിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്രിമ്മ് നമ്മൾ ഗ്രീനിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി സ്പീക്കേഴ്സ് മാറ്റിയിട്ടുണ്ട്, ട്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള സംഭവം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. സൗണ്ട് ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല ഇല്ല. ഓക്കെ റാംബ്രോ, അപ്പോൾ നമുക്ക് ആ എയർ സസ്പെൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമോ? നമുക്ക് ഇതിനകത്ത് 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ മാനുവലി സ്വിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ യൂസ് ചെയ്യാം. 2 രീതിയിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് വരുന്ന പറഞ്ഞാൽ ABCD എന്നാണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ താത്താനും, B എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ താത്താനുമാണ്, C എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ പൊക്കാനും, D എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ താത്താനുമാണ്. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കാമോ? നമുക്കിപ്പോൾ ഫുള്ളി ഡ്രോപ്പ് ചെയ്ത് കിടക്കുവാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ Dയിൽ ആക്കിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ Bയിൽ ആക്കിയപ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ ഹൈറ്റ് കൂടി, അതുപോലെ Aയിൽ ആക്കിയപ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ ഹൈറ്റ് വന്നു. അതുപോലെ തന്നെ Cയിലേക്കുമ്പോൾ ഫ്രണ്ട് താഴും. നമുക്കിപ്പോൾ റോഡ് ഇച്ചിരി പ്രശ്നമുള്ള റോഡാണ്, നമുക്ക് നമ്മുടെ മാനുവലി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും പുറത്തുനിന്ന് തന്നെ. അപ്പോൾ ഫുൾ ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സ്റ്റോക്ക് കാറിൻ്റെ ഏകദേശം ആ ഹൈറ്റ് തന്നെ കിട്ടും. ഹൈറ്റിനേക്കാളും കുറച്ചുകൂടെ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഓൾറെഡി സ്കേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റേതായ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഹൈറ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ എക്സസോട്ട് കേട്ടാലോ? സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ റാംബ്രോ, അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടിട്ട് തന്ന് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും നേരം സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലത്തെ മോഡിഫൈഡ് വാഹനങ്ങളും പുതിയ വീഡിയോയ്ക്കായിട്ട് കാണുന്നവരെ ബൈ.